നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക്, മൾട്ടി ബ്രാൻഡഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ, ഓപ്പോസിറ്റ് SBI ബാങ്ക്, കിഴക്കേതല, കരുവാരുകുണ്ട്. ബ്രാഞ്ച് പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുളായി, എടക്കര. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ എടക്കരയിൽ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലെയും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് എടക്കരയിലും മാർച്ചും ധർണയും നടത്തിയത്. വലിയ ഒരു വിഭാഗം എന്ന നിലയിൽ രാജ്യത്താകെ മിനിമം കൂലി പോലും ഇല്ലാതെ തൊഴിൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. പക്ഷേ അവരവരുടെ അന്നത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ വലിയ കൂലി അല്ലെങ്കിൽ പോലും കിട്ടുന്ന കൂലി കൊണ്ട് ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാനെങ്കിലും കഴിയുമെന്നുള്ള രീതിയിലാണ് പല തൊഴിലാളികളും ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആരോഗ്യമുണ്ടായിട്ടോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പോയി ഇന്നത്തെ ഈ 40 ഡിഗ്രി വരെയുള്ള ചൂടിൽ പോയി പണിയെടുക്കുന്നതിൻ്റെ ഒരു സുഖം കൊണ്ടോ ഒന്നുമല്ല തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിക്ക് പോകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൈക്കൂട്ടെടുത്ത് പൊക്കാൻ പോലും ആരോഗ്യമില്ലാത്തവരും കൂട്ടായി നടത്തുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് പട്ടിണി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MP-മാർ, അന്ന് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികൾ കോൺഗ്രസിനോട് NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കര പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് PK സൈനബ ഉദ്ഘാടനം ചെയ്തു. കൂലി കുടിശ്ശിക ഉടൻ അനുവദിക്കുക, അപ്രായോഗികമായ NMMS ജിയോ ടാഗ് എടുത്തുകളയുക, തൊഴിൽ സമയം 9 മണി മുതൽ 4 മണി വരെയാക്കുക, തൊഴിൽ ദിനം 200ആയും കൂലി 600ആയും വർദ്ധിപ്പിക്കുക, ലേബർ ബഡ്ജറ്റിൽ മതിയായ തുക വകയിരുത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു സമരം. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം PK അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി സന്തോഷ് കപ്രാട്ട്, ഷെറോണ റോയ്, ബിനീഷ് ചുങ്കത്തറ എന്നിവർ സംസാരിച്ചു. അജി സുനിൽ, TK സക്കീർ ഹുസൈൻ, PT സക്കീർ, സൈറ ബാനു, ബുഷ്ര തെക്കൻ, ബാബു പാലാടൻ എന്നിവർ നേതൃത്വം നൽകി. ടൗണിൽ നടന്ന മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.